ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബിങ് കാർണിവൽ. അപ്പം നമ്മൾ ഈ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡാണ് കാണാനായിട്ട് പോകുന്നത്. നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. പഴയതുപോലെയൊന്നും അല്ല, ഇപ്പോൾ വ്യൂസ് വളരെയധികം കുറവാണ്. കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്ത് കൂടെ സഹായിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പം നമ്മുടെ ഹീറോയിൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഹീറോയിൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പേടിച്ചിട്ട് ഓടിപ്പോകുന്നുണ്ടായിരുന്നു. പോകുന്ന സമയത്തായിരുന്നു ഡോക്ടർ അവളോടൊരു കാര്യം പറഞ്ഞിരുന്നത്. അമ്മയ്ക്ക് പിന്നെയും നേരത്തെ അടിപറ്റിയ സ്ഥലത്ത് തന്നെ പിന്നെയും പറ്റിയിട്ടുണ്ടെന്നും നീ തന്നെ ഒന്ന് പറഞ്ഞിട്ട് ഇവിടെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കിടക്കാനായിട്ട് പറയും. ഞങ്ങൾ ആരും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എന്തോ ഇവിടെയുള്ള മറ്റ് പേഷ്യൻസുമായിട്ടൊക്കെ ഭയങ്കര ബഹളമാണെന്നും ഒരു സമയം പോലും ബെഡിൽ അടങ്ങി ഒതുങ്ങി കിടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു. മാത്രമല്ല, പോകുന്നതിന് മുന്നേ ഇനിയും ഇതുപോലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ കയ്യിൽ നിൽക്കത്തില്ല എന്നും കൂടെ പറഞ്ഞിട്ടായിരുന്നു പോയിരുന്നത്. ഹീറോയിൻ ആ സമയത്ത് അവളുടെ അമ്മയെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. എന്താ അമ്മയെ പറയുന്നത്? നിങ്ങൾക്ക് അടങ്ങി ഒതുങ്ങി നിന്ന് കിടക്കാൻ പാടില്ല. ഡോക്ടർ എന്തൊക്കെയാണ് പറഞ്ഞത് നിങ്ങളും കേട്ടതല്ലേ? നമുക്ക് ഈ ഹോസ്പിറ്റലിൽ പോകണമെന്ന് നിങ്ങൾക്ക് ഒട്ടും ആഗ്രഹമില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരം അവളുടെ അമ്മ അവളോട് ദേഷ്യപ്പെട്ടിട്ട് നീ ഒന്നും മിണ്ടാതിരുന്നേ. എൻ്റെ മാനസിക വിഷമം എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. പണ്ട് നിൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് ഞാൻ നിന്നെ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയാമോ ഇതുവരെ കൊണ്ടെത്തിച്ചത്. എന്നിട്ടിപ്പോൾ എനിക്കൊരു അസുഖം വന്ന് കിടപ്പിലായി. ഞാൻ ഈ ആരോഗ്യം വെച്ചിട്ട് എത്ര നാൾ ഉണ്ടാവുമെന്ന് എനിക്ക് ഒട്ടും പറയാൻ തന്നെ പറ്റത്തില്ല. ഇങ്ങനെ ഒരു കിടപ്പിൽ കടന്നപ്പോഴാണ് ഞാൻ നിന്നെക്കുറിച്ച് ആലോചിക്കുന്നത്. അത് കാരണം നിൻ്റെ ബോയ് ഫ്രണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ തമ്മിൽ പെട്ടെന്ന് കല്യാണം കഴിക്കണം. എനിക്ക് അത് കണ്ടൊന്ന് മരിച്ചാൽ മതി. വേറെ ഒന്നും എനിക്ക് ഈ ലോകത്ത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ഹീറോയിനെ. എന്തായാലും അത് നമുക്ക് പിന്നെ സംസാരിക്കാമെന്നും ഞാൻ എന്തായാലും അത് അവനോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ കാര്യം നേരെ ഹീറോയോട് ചോദിക്കുന്നുണ്ടായിരുന്നു. വേറെ ഒന്നും അല്ല ചോദിക്കുന്നത്, അമ്മ ഇങ്ങനെ കല്യാണക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും നിനക്ക് വിരോധവും ഇല്ലെങ്കിലും നമുക്ക് കോൺട്രാക്ട് മാരേജ് ചെയ്യാമോ എന്നായിരുന്നു ചോദിച്ചിരുന്നത്. ആദ്യം നമ്മുടെ ഹീറോ ഒന്ന് ഞെട്ടിപ്പോയിരുന്നു. കാരണം പെട്ടെന്ന് വെച്ച് അവളിങ്ങനെ ചോദിക്കുന്ന അവൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും അവൻ അടുത്ത സെക്കൻഡ് തന്നെ അതിനെന്താ നമുക്ക് ചെയ്യാലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിൻ്റെ നേരം നിനക്ക് പ്രശ്നമൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ഞാൻ നിന്നെക്കാളും വലിയൊരു പ്രശ്നത്തിലകപ്പെട്ടിരിക്കുക. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കും ഇങ്ങനെ ഒരു വഴി തന്നെ കാണേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിന്നോട് എങ്ങനെ പറയുമെന്നുള്ളൊരു ടെൻഷനിലായിരുന്നു. എന്തായാലും അത് നീയായിട്ട് വന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാനതിന് നോ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഒരു കാര്യം, എനിക്ക് 3 കണ്ടീഷൻസ് ഉണ്ട്. അതിന് നീ ഓക്കെ ആണെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ കോൺട്രാക്ട് മാരേജ് ആണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പുറത്തൊരൊറ്റ മനുഷ്യർക്ക് അറിയാൻ പാടില്ല. ഞാനും നീ മാത്രം അത് അറിഞ്ഞിരിക്കണം. നമ്മുടെ ഇടയിൽ ആ കാര്യം രഹസ്യമായിരിക്കണം. 2, നമ്മൾ കല്യാണം കഴിഞ്ഞ് വേറെ വേറെ വീടുകളിൽ താമസിച്ചു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും സംശയത്തിന് വകവരുത്തും. അത് കാരണം നീ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കണം. 3, സാധാരണ കോൺട്രാക്ട് മാരേജ് ചെയ്യുന്ന പോലെ ചുമ്മാ ചെന്നിട്ട് സൈൻ ചെയ്ത് വരാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. എല്ലാ ആൾക്കാരും എങ്ങനെയാണോ കല്യാണം കഴിക്കുന്നത് അതുപോലെ അങ്ങ് കല്യാണം കഴിക്കണമെന്നും പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഹീറോയിന് വേറെ വഴിയൊന്നും ഇല്ലാത്ത കാരണം ഇതിന് 3നും ഓക്കെ പറയുന്നുണ്ട്. മാത്രമല്ല, ഹീറോയുടെ വീടെല്ലാം അവൾ പോയി കണ്ടിട്ട് അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ മാരേജിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം സ്പീഡപ്പായി ചെയ്യുന്നുണ്ടായിരുന്നു. നേരെ ഡ്രസ്സ് എടുക്കാൻ ഷോപ്പിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് എന്തായാലും അവർ കല്യാണം കഴിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു സ്റ്റുഡിയോയിലാണെന്ന് തോന്നുന്നു. എന്തായാലും ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് അതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ ഈ കാഴ്ച കണ്ടിരുന്നത്. അവളെന്തായാലും ഇവർ രണ്ടുപേരുടെ ഫോട്ടോ എടുത്ത് നേരെ നമ്മുടെ ഹീറോയിൻ്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അവർക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്തായിരുന്നു ഹീറോയിന് പിന്നെയും ഹോസ്പിറ്റലിൽ നിന്നൊരു കോൾ വന്നിരുന്നത്. നഴ്സായിരുന്നു വിളിച്ചിരുന്നത്. എന്തായാലും കേട്ടപാടെ നമ്മുടെ ഹീറോയും കൂടെ നേരെ അമ്മയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ വരുന്ന സമയത്തായിരുന്നു നേഴ്സ് വേറൊരു കാര്യം ഹീറോയിനോട് പറഞ്ഞിരുന്നത്. ശരിക്കും പറഞ്ഞാൽ 2ാമത്തെ പ്രാവശ്യം നമ്മുടെ ഹീറോയിൻ്റെ അമ്മയ്ക്ക് വേറെ ഒരു അസുഖവും ഇല്ലായിരുന്നു കേട്ടോ. അത് അവർ അഭിനയിച്ചതായിരുന്നു. മാത്രമല്ല, അവർക്ക് ആദ്യം ഉണ്ടായ അടിയും വലിയ പ്രശ്നമൊന്നും ഉള്ളതല്ലായിരുന്നു. അതിനാണ് ഇവർ ഇത്രയും ഇവിടെ കിടന്ന് അഭിനയിച്ചത്. അവർക്ക് വേറെ ഒരു കുഴപ്പമില്ല, നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ഹീറോയിൻ ഒരുപാട് ദേഷ്യം വന്നിട്ട് അപ്പോൾ അമ്മ ഇതെല്ലാം അഭിനയിച്ചതായിരുന്നല്ലേ, കൂടെ നീ ഇതിന് കൂട്ടുമെന്ന് പറഞ്ഞിട്ട് അവളുടെ ഫ്രണ്ടിനെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് കേൾക്കുന്ന ഹീറോയിൻ്റെ അമ്മയാണെങ്കിൽ ഞാൻ അങ്ങനെ അഭിനയിച്ചത് കൊണ്ടല്ലേ നീ ഇപ്പോൾ ഇവനെ കല്യാണം കഴിച്ചത്. മോനെ, ഇനി നിൻ്റെ കയ്യിലാണ് ഇവളെ നീ പൊന്നുപോലെ നോക്കണം. എനിക്ക് ഇത്രയും മതി. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചിരുന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും സെൻറ്റി അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ആ സീൻ കട്ട് ചെയ്തിട്ട് എന്തായാലും ഹീറോയിനും കൂട്ടിയിട്ട് നേരെ അവൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് അവളെന്തായാലും റൂമിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് അവളുടെ ബാഗിൽ നിന്ന് ഒരു ലിപ്സ്റ്റിക്ക് പോലത്തെ എന്തോ ഒരു സാധനം തറയെ വീഴുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ തറയെ വീഴുന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നില്ല. അവളങ്ങ് നടന്നു പോയിരുന്നു. ഇത് കാണുന്ന ഹീറോ ആണെങ്കിൽ ഇതെന്ത് സാധനമാണെന്ന് പറഞ്ഞിട്ട് തുറന്നിട്ട് സ്പ്രേ പോലെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അടിച്ചു നോക്കുമ്പോഴായിരുന്നു അതൊരു പെപ്പർ സ്പ്രേ ആയിരുന്നു കേട്ടോ. അവൻ്റെ കണ്ണൊക്കെ നീറി ബഹളം വെക്കുന്നത് കേട്ടിട്ട് നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് ഓടി വന്ന് നിന്നോട് ആരും ഇതൊക്കെ എടുക്കാൻ പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. അല്ല, നീ ഇതൊക്കെ കൊണ്ടുവന്നെ ഇവിടെ വന്നെന്ന് ചോദിക്കുമ്പോൾ ഇത് മാത്രമല്ല എൻ്റെ കയ്യിൽ വേറെ സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ ചുറ്റിക, സ്പാനർ, അങ്ങനെ കുറേ സാധനങ്ങൾ കത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നിർത്തി വെക്കുന്നുണ്ടായിരുന്നു. വേറെ ഒന്നിനുമല്ല, നിൻ്റെ അടുത്ത് ഇവിടെ ഒരു പെൺകുട്ടിയായി ഞാൻ വരുമ്പോൾ കുറച്ച് മുൻകരുതലുകളൊക്കെ എടുക്കണമല്ലോ, അത് കാരണമാണ് എടുത്തെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം നമ്മുടെ ഹീറോ ആക്ച്വലി നീ ഇവിടെ എൻ്റെ ഒപ്പം താമസിക്കാൻ വന്നതാണോ അത് എന്നെ കൊല്ലാൻ വേണ്ടി വന്നതാണോ? ഞാൻ നിന്നെ എന്ത് ചെയ്യാൻ പോകണമെന്നാണ് നീ പറയുന്നത്?
എനിക്ക് എൻ്റെ ഓഫീസിലെ കാര്യം പോലും നോക്കാനുള്ള സമയമില്ല. പിന്നെയാണ് ഇതിനൊക്കെ എന്ന് പറഞ്ഞിട്ട് എന്തായാലും ആ സീൻ കട്ടാകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെയോ നമ്മുടെ ഹീറോയിൻ്റെ കഷ്ടകാലം തുടങ്ങുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഹീറോ എന്നും രാവിലെ എണീക്കുന്ന ഒരാളായിരുന്നു കേട്ടോ. പക്ഷേ ഹീറോയിനാണെങ്കിൽ പോത്തുപോലെ ഒരുപാട് സമയം കിടന്നുറങ്ങുന്ന ഒരാളായിരുന്നു. പക്ഷേ ഹീറോയിനെ ഉറങ്ങാൻ സമ്മതിക്കാതെ രാവിലെ വിളിച്ചുണർത്തിയിട്ട് ഓഫീസിൽ പോകുന്ന സമയമായിരുന്നു പെട്ടെന്ന് എണീക്കാനും പറയുന്നുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ ഉറക്കം ഒട്ടും വിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. അവളെ നേരെ ബാത്റൂമിലേക്ക് കയറ്റിയിട്ട് ബ്രഷൊക്കെ കൊടുത്തിട്ട് പെട്ടെന്ന് റെഡിയാക്കി ഓഫീസിലേക്ക് വരാൻ പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു. എന്തോ ഒരു സൗണ്ട് കിട്ടാൻ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉറങ്ങി തൂങ്ങി തറയെ വീണ് കിടക്കുന്നതാണ് കാണുന്നത്. എന്തായാലും അവൾ പെട്ടെന്ന് റെഡി ആയിട്ട് ഓഫീസിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ അവൻ്റെ ഒപ്പം അവളെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ കാറിൽ കയറി നേരെ ഓഫീസിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ സൈക്കിളിൽ പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നീ എന്നെ കഷ്ടപ്പെടുത്തിക്കോ, ഇതിനൊക്കെ ഞാൻ ഒരു ദിവസം പകരം ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തായാലും നേരെ ഓഫീസിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അന്നേ ദിവസം വൈകിട്ട് അവർ വീട്ടിൽ വന്ന സമയത്താണെങ്കിൽ ഹീറോ ആണെങ്കിൽ ഭയങ്കര ഹെൽത്തി ഫുഡ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് ഈ വെജിറ്റബിൾസ് അങ്ങനത്തെ സംഭവമൊക്കെ. പക്ഷേ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഫുൾ ജങ്ക് ഫുഡ്സ് മാത്രമായിരുന്നു കഴിക്കുന്നുണ്ടായിരുന്നത്. അവളങ്ങനെ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ നീ ഇങ്ങനെ ഹെൽത്തി ഫുഡൊന്നും കഴിക്കാറില്ലെന്ന് ചോദിക്കുമ്പോൾ അതിന് നീ ബാക്കി രുചിയോടുകൂടെ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ടുണ്ടോ? നീ കഴിക്കുന്ന ഈ ഫുഡിനെക്കാട്ടിലും ഈ ഞാൻ കഴിക്കുന്ന ഫുഡാണ് ടേസ്റ്റ് കൂടുതലെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കേൾക്കുന്ന ഹീറോ ആണെങ്കിൽ കൊള്ളാം, ഞാൻ കഴിക്കുന്ന ഫുഡ് പോലത്തെ ഹെൽത്തി ഫുഡ് വേറെ എവിടെ നിന്ന് കിട്ടാമെന്നൊക്കെ ചോദിച്ച് അവരോട് ഈ ഫുഡിൻ്റെ കാര്യത്തിൽ കിടന്ന് ബഹളം വെക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഹീറോയിൻ അവരോട് കാര്യം പറഞ്ഞിരുന്നത്. വല്ലപ്പോഴുമൊക്കെ ഹെൽത്തി ഫുഡൊക്കെ വിട്ടിട്ട് ഇങ്ങനത്തെ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇന്നത്തെ ഒരു ദിവസം നിനക്ക് ഈ ഹെൽത്തി ഫുഡ് മാറ്റി വെച്ചിട്ട് ഞാൻ പറയുന്ന റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാൻ നിനക്ക് വരാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഓക്കെ വരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടാരും കൂടെ ചേർന്നിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ പോയിട്ട് അവിടെ ഇരുന്നും ഇവർ രണ്ടുപേരും കൂടെ വഴക്കിടുന്നുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോയ്ക്ക് ഈ സ്പൈസി ഫുഡൊന്നും കഴിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഓർഡർ ചെയ്ത സമയത്ത് അവനൊന്നും തന്നെ നമ്മുടെ ഹീറോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവളാണെങ്കിൽ ഓർഡർ ചെയ്തെല്ലാം സ്പൈസി ഫുഡ് തന്നെയായിരുന്നു. അങ്ങനെ അതും പറഞ്ഞിട്ട് വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവിടേക്ക് നമ്മുടെ ഹീറോയിനോട് ക്രഷുള്ള ആ പയ്യൻ വന്നിരുന്നത്. അവൻ വരുന്ന സമയം ഹീറോയിനാണെങ്കിൽ നീ ഇവിടെ ഇരിക്കുക, ഞാൻ ഇവന് വേറെ ഫുഡ് എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അവൻ വന്നിരുന്നിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയോട് ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ എന്നോട് സത്യം പറയാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ഹീറോ ആണെങ്കിൽ ആ ചോദിക്കാൻ എന്താണെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരമായിരുന്നു നമ്മുടെ ഹീറോയുടെ കമ്പനിയുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ ആ കമ്പനിയുടെ CEO അല്ലേന്ന് ചോദിച്ചിരുന്നത്. പെട്ടെന്ന് വെച്ച് അവനൊരു ഷോക്കായിരുന്നു. കാരണം ഇക്കാര്യം ആർക്കും തന്നെ അറിയില്ലല്ലോ, മറ്റാർക്കും. അങ്ങനെ ഹീറോ ആണെങ്കിൽ ഇത് നിനക്കെങ്ങനെ അറിയാൻ ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ഇല്ല, ഞാനിങ്ങനെ ഗ്രാജുവേഷനൊക്കെ കഴിച്ച് നിൽക്കുന്ന സമയത്ത് നല്ല ടോപ്പ് കമ്പനീസ് ഏതൊക്കെയുണ്ടെന്ന് ഞാനൊന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവിടേക്ക് ജോലിക്ക് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അന്വേഷിച്ച സമയത്തായിരുന്നു ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്നും അതിൻ്റെ CEO നിങ്ങളാണെന്നൊക്കെ ഞാൻ അറിഞ്ഞിരുന്നത്. അത് കാരണം ജസ്റ്റ് ചോദിച്ചു എന്നുള്ളൂ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോ ആ സമയത്ത് ഞാനൊരു കാര്യം പറയട്ടെ, നീ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടല്ല ശരിക്കും ഇവിടേക്ക് വന്നതും എന്നെ കണ്ട് സംസാരിക്കുന്നതും. മറ്റെന്തോ നിനക്ക് പറയാനായിട്ടുണ്ട്, അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ മറ്റെന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളോട് സംസാരിക്കാനുണ്ട്. വേറെ ഒന്നുമല്ല, നിങ്ങൾ അവളുടെ പുറകെ ഇങ്ങനെ നടക്കുന്ന നടത്തിക്കൊള്ളണം, ഇതത് ശരിയാകത്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ഹീറോയിൽ അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അവളെൻ്റെ ഓഫീസിലെ സെക്രട്ടറിയാണ്, അതും എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നവളാണ്. അത് കാരണം ഞാൻ പോകുന്ന സ്ഥലത്തെല്ലാം അവളെ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അത് ചോദിക്കാൻ നിനക്ക് എന്താ അധികാരമുള്ളതെന്ന് ചോദിക്കുമ്പോൾ സെക്രട്ടറിക്ക് ആരെങ്കിലും 5 ലക്ഷം രൂപയ്ക്ക് സാലറി കൊടുക്കും. അത് കാരണം നിങ്ങൾക്ക് അവൾ വെറും ഒരു സ്റ്റാഫൊന്നുമല്ല, മറ്റെന്തോ റിലേഷൻ നിങ്ങൾക്കിടയിലുണ്ട്. അത് കാരണമാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. ഇനി ഇങ്ങനെ അവളെ കൂടെ കൊണ്ട് നടക്കുന്നതും അവളുടെ കൂടെ ഇരിക്കുന്നതൊന്നും ശരിയാകത്തില്ല. അത് പെട്ടെന്ന് തന്നെ നിർത്തിക്കോ. അവൾക്ക് നിങ്ങളെ ഒട്ടും ഇഷ്ടമല്ല. നിങ്ങൾ മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാതെ ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് അവൾ തുള്ളിക്കാനൊന്നും വിചാരിക്കേണ്ടതൊക്കെ പറഞ്ഞിട്ട് ഹീറോയോട് അവർ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഹീറോയിൻ പെട്ടെന്ന് വന്നിരുന്നത്. ഇത് കാണുന്ന ഹീറോയ്ക്കാണെങ്കിൽ പിന്നെ അവിടെ ഇരിക്കാനായിട്ട് മനസ്സുണ്ടായിരുന്നില്ല. അവൻ പെട്ടെന്ന് എനിക്കൊരു അർജൻറ്റ് മീറ്റിംഗ് വന്നു, എനിക്കിപ്പോൾ പോയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിനും പിന്നെ അവിടെ ഇരിക്കാൻ കൂട്ടാക്കിയില്ല. മറ്റവനോട് ബൈ ഒക്കെ പറഞ്ഞിട്ട് അവൾ നേരെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ നേരെ പോയിരുന്നത് വീട്ടിലേക്കായിരുന്നു കേട്ടോ. ഹീറോയിനാണെങ്കിൽ അല്ല നിനക്ക് എന്തോ ഓഫീസിൽ അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട് അങ്ങനെ എന്തോ പറഞ്ഞിട്ടില്ല നമ്മളിവിടെ നിന്ന് ഇറങ്ങിയത്, പിന്നെ ഇതിനിപ്പോൾ വീട്ടിലേക്ക് വന്നെന്ന് ചോദിക്കുമ്പോൾ അത് പെട്ടെന്ന് വെച്ച് ക്യാൻസലായി. അത് കാരണം നേരെ വീട്ടിലേക്ക് വന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ ഈ വല്ലായ്മ പോലുള്ള സംസാരം കേൾക്കുമ്പോൾ ഹീറോയിന് എന്തോ ഡൗട്ട് തോന്നിയിട്ട് അതല്ല പ്രശ്നം, വേറെ എന്തോ ഉണ്ട്, നീ ശരിക്കും എന്നോട് സത്യം പറയുമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷേ അവനാണെങ്കിൽ മൈൻഡ് ഫുൾ ഡിസ്റ്റർബ്ഡ് ആയതുകൊണ്ട് തന്നെ വേറെ ഒരു പ്രശ്നവുമില്ല, നീ പോയി ചെന്ന് കിടക്കെന്ന് പറഞ്ഞിട്ട് നേരെ റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ അത് വല്ലാതെയായിരുന്നു. അവൾക്ക് ശരിക്കും മനസ്സിലായിരുന്നു അവർ തമ്മിൽ എന്തോ സംസാരിച്ചിട്ടുണ്ടെന്നും അവൻ്റെ മനസ്സിൽ എന്തോ പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം. ഇവിടെ ഹീറോ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി നടന്നിരുന്നില്ലേ, അവളും അവളുടെ അമ്മയാണെങ്കിൽ ഇനി അവൻ്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ലാന്ന് മനസ്സിലാക്കിയിട്ട് നേരെ നമ്മുടെ ഹീറോയുടെ അമ്മയെ കണ്ട് സംസാരിക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു. അവരും അവന് വേണ്ടിയിട്ട് കല്യാണമൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഹീറോയുടെ കല്യാണം കഴിഞ്ഞ കാര്യമൊന്നും ഇവരാരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അവർ രണ്ടുപേരും നേരെ വന്നിട്ട് ഹീറോയുടെ അമ്മയോട് ഈ കാര്യപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരും പെട്ടെന്ന് തന്നെ അവനൊരു കല്യാണം കഴിപ്പിക്കണമെന്നും അതിന് ഞാൻ നല്ലൊരു പെൺകുട്ടി നോക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവളുടെ വിചാരം അത് ഇവള് തന്നെയാണെന്നുള്ളതായിരുന്നു. അങ്ങനെ എന്തായാലും ആ സീൻ കട്ട് ചെയ്തിട്ട് നേരെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിന് ഇപ്പോൾ ചെറുതായിട്ട് ഹീറോയോട് ഒരു ഇഷ്ടം വരുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത് കാരണം അവളുടെ മനസ്സിൽ എപ്പോഴും അവനെക്കുറിച്ചുള്ള ചിന്തകളും അങ്ങനെ എന്തൊക്കെയോ ഒരു വല്ലാത്ത ഫീലിങ്സൊക്കെ ആയപ്പോഴത്തേക്കും ഇതിനെ പറ്റിയിട്ട് ഒന്ന് ചോദിച്ചറിയാനായിട്ട് നേരെ അവളുടെ ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ടായിരുന്നു.
വിളിച്ചിട്ട് എനിക്ക് നിങ്ങളൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ മനസ്സിലുള്ള ഫീലിങ്സ് എല്ലാം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ടോയ്ലറ്റ് കഴുകുന്നുണ്ടായിരുന്നു. അത് കാരണം ഇവളതൊന്നും വലുതായിട്ട് ശ്രദ്ധിക്കാതെ നീ ഒന്ന് വെച്ചിട്ട് പോയ ഈ ടോയ്ലറ്റിൽ ഞാൻ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ഭ്രാന്ത് വരുക, ഞാൻ തന്നെ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ്റെ ഫീലിങ്സ് ഒന്നും അവൾ വലുതായിട്ട് മനസ്സിലാക്കാതെ ഫുൾ നെഗറ്റീവ് അടിച്ചിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഹീറോയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ആ പെൺകുട്ടിയാണെങ്കിൽ നമ്മുടെ ഹീറോയെ കല്യാണം കഴിക്കുന്ന ദിവാസ്വപ്നമൊക്കെ കണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ഹീറോയിനെ അവൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അന്ന് ഓഫീസിൽ വെച്ചിട്ട്. അതിനുശേഷം ഹീറോയിൽ എന്തോ ഒരു ഡൗട്ട് അവൾക്കുണ്ടായിരുന്നു. അത് കാരണം അവനൊന്ന് വാച്ച് ചെയ്യാനായിട്ട് അവൾ പുറകെ ആളെ വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരന്വേഷിച്ചറിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും കൂടെ കല്യാണ ഡ്രസ്സിലൊക്കെ നിന്ന ഫോട്ടോയിൽ അത് തേടി പിടിച്ച് കൊണ്ടുവന്ന് ഇവൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവൾക്കത് കാണുമ്പോൾ ഭയങ്കര ഷോക്കായിട്ട് അവൻ്റെ ഓഫീസിലെ സ്റ്റാഫാണ്, മാത്രമല്ല എന്നെ കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ വെറുതെ നുണ പറയാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇതെന്താ ഈ കാണുന്നത് പറഞ്ഞിട്ട് ഇനി ഞാൻ ഇവരെ ഒന്ന് വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ വാശി പിടിച്ച് കലി തുള്ളി ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനിപ്പോൾ പിന്നെയും സ്കൂൾ ഫ്രണ്ട്സും കോളേജ് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് മീറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് മദ്യപിക്കുന്നുണ്ടായിരുന്നു. രാത്രിയായിട്ടും അവളെ കാണാത്ത കാരണം ഹീറോ അവളെ ഒരുപാട് തവണ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ ആ ഫ്രണ്ട് പെൺകുട്ടിയാണെങ്കിൽ കോൾ എടുക്കുന്നൊക്കെ ഒരുപാട് തവണ പറയുന്നുണ്ടെങ്കിലും അവളത് മൈൻഡേ ചെയ്യാതെ ഭയങ്കരമായിട്ട് മദ്യപിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഹീറോ എന്തായാലും ഇവൾ അന്വേഷിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ ഈ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവളെ ഫ്രണ്ടില്ലേ അവൾ നേരെ ഇവളെ വീട്ടിലേക്ക് കൊണ്ടുവിടാന്ന് പറഞ്ഞ് വരുന്ന സമയത്തായിരുന്നു നമ്മുടെ ഹീറോയിനോട് ക്രഷുള്ള ആ പയ്യൻ വന്നിട്ട് നീ എന്തായാലും ഇനി വീട്ടിലേക്ക് പോക്കോ, ഇത്രയും ലേറ്റ് ആയില്ലേ, ഞാൻ ഇവളെ വീട്ടിലേക്ക് വിടാമെന്ന് പറഞ്ഞിട്ട് നേരെ അവൻ്റെ അടുത്തേക്ക് അവളെ പിടിച്ച് നിർത്തുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്തായാലും അവൾ ഇവിടെ തന്നെ കാണുമെന്നുള്ള കാര്യത്തിൽ. അങ്ങനെ എന്തായാലും നേരെ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കാണുന്നതോ ആ ചെക്കൻ നമ്മുടെ ഹീറോയിനെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായിരുന്നു. അവന് ദേഷ്യം വന്നിട്ട് ഇവളൊന്ന് കാറിലേക്ക് ആക്കുന്ന ആ ഫ്രണ്ട് പെൺകുട്ടിയോട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഹീറോയിനെയും കൂട്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു അവൾ അങ്ങോട്ട് കാറിലേക്ക്. ആ സമയത്ത് ഇവിടെ ഹീറോയും ഈ ചെക്കനും കൂടെ ചെറിയൊരു ക്ലാഷ് നടക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഹീറോയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നീ എന്താ ഇവളെക്കുറിച്ച് വിചാരിച്ചിരുന്നത്? ആൺകുട്ടിയായ നീ വലുതായിട്ടൊന്നും മദ്യപിക്കാതെ ഇവളിങ്ങനെ ഫുൾ മദ്യപിച്ചിട്ട് എങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിരുന്നു ഇതിൻ്റെ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന അവന് ദേഷ്യം വന്നിട്ട് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? മറ്റു പെൺകുട്ടികളെ പോലെയൊന്നുമല്ല അവൾ, എത്രയൊക്കെ മദ്യപിച്ചിരുന്നാലും അവൾക്ക് അവളുടെ സ്വബോധം ഉണ്ടാവുമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഹീറോ അതിൽ നിന്നൊന്നും പിടിച്ചു നിൽക്കാതെ അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് നീ മറ്റു പെൺകുട്ടികളെ ആര് വേണമെങ്കിൽ നോക്കിയോ, പക്ഷെ നീ എൻ്റെ ഭാര്യയായിട്ട് ഇനി ഇങ്ങനെ കറങ്ങി നടക്കണം, നിർത്തിക്കോളാന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന അവനത് വലിയ ഷോക്കായിരുന്നു കേട്ടോ. അവനാണെങ്കിൽ വൈഫോ നീ ഇതെന്തായി പറയുന്നത് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് പിന്നെ ഒരു മറുപടിയും പറയാതെ ഹീറോ എന്തായാലും ഹീറോയിനും കൂടിയിട്ട് നേരെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് വന്നിട്ട് അവനാണെങ്കിൽ ദേഷ്യം ഒട്ടും വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല. ഹീറോയിനാണെങ്കിൽ ഒരു സോഫയിലേക്ക് കൊണ്ട് എറിയുന്ന പോലെ കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ചെറിയൊരു ബോധം വന്നിട്ടുണ്ടായിരുന്നു. എഴുന്നേറ്റ് പാടെ നിന്റെ കോള് ഞാൻ കണ്ടിരുന്നു, പക്ഷെ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല, നീ എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഹീറോ ഒട്ടും തന്നെ അവളോട് മിണ്ടാനായിട്ട് കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നീ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അതെന്നോട് അറ്റ്ലീസ്റ്റ് വിളിച്ച് പറയണമെന്നുള്ള ബോധം പോലും നിനക്കില്ലേ, നീ എന്താ ഇങ്ങനെയായി പോയെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയുന്നുണ്ടായിരുന്നു. നിന്നെ ഇത്രയും രാത്രിയും കാണാതായപ്പോൾ നിന്നെ എന്തുമാത്രം ടെൻഷൻ അടിച്ചു നിനക്കറിയാമോ എന്ന് പറഞ്ഞിട്ട് അവളുടെ ഫോൺ മേടിച്ച് GPS ഒക്കെ ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനി നീ എവിടെ പോയാലും അത് എനിക്കറിയണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അവളും അതിനെ തിരിച്ച് എതിർപ്പൊന്നും പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവനിങ്ങനെ പിണങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഹീറോയിന് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവനെ മിണ്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ എന്നോട് മിണ്ടില്ലേ, പിണങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അവൻ കല്ലിരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ എപ്പോഴും ഒരു സമയത്ത് സ്നേഹത്തോടെ എന്തിനാ എൻ്റെ ഭർത്താവ് ഇങ്ങനെ എന്നോട് പിണങ്ങിയിരിക്കുന്നതെന്ന് ചോദിക്കുന്നതോടുകൂടെ നമ്മുടെ ഹീറോ ഫ്ലാറ്റ് ആകുന്നുണ്ടായിരുന്നു. അവൻ ആ ചോദ്യം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല, ഭർത്താവ് എന്നൊക്കെ വിളിക്കുന്നു കേട്ടോ. ഇത് കേൾക്കുന്ന അവനാണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നേരെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതോടുകൂടെ ഈ എപ്പിസോഡ് കഴിയുവാണ്. അടുത്ത എപ്പിസോഡ് ഒരൊറ്റ എപ്പിസോഡ് കൂടെ നമ്മൾ ഈ ഡ്രാമ അവസാനിപ്പിക്കും കേട്ടോ. എന്താണെന്ന് നമുക്ക് ഈ ഡ്രാമയിലെ വ്യൂസ് വളരെ കുറവാണ്. എന്തോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് എനിക്കറിയില്ല. അത് കാരണം ഇത് വലിച്ചു നീട്ടാനായിട്ട് ഞാൻ എന്തായാലും താല്പര്യപ്പെടുന്നില്ല. അത് കാരണം അടുത്തൊരൊറ്റ എപ്പിസോഡ് കൂടെ ഞാൻ ഈ ഡ്രാമ അവസാനിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡ് ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ടാറ്റാ.